ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ബ്ലൂ വയലറ്റ് ഒരു റിങ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേ വാട്സപ്പിൽ പറയുന്നുണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപ്ഡേഷൻസ് ഇനി വരാൻ കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇപ്പോൾ നമ്മളൊരു കാര്യം അതിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഇതിൻ്റെയൊക്കെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് അതുപോലുള്ള ഒരു ഇമേജ് നമ്മൾ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെ വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്, നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക, നിങ്ങളുടെ ഇമേജ് തന്നെ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു നോക്കുക. എന്തായിരിക്കും അതിന്റെ റിയാക്ഷൻ നോക്കുക. അതേമാതിരി തന്നെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ, ഇത് വളരെ സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്തു നോക്കുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ മാച്ച് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ AI കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ആൻസർ തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട്, ഒരു പുതിയൊരു ചാനൽ അബീസ് വ്യൂസ് എന്ന് പറയുന്ന പുതിയൊരു ചാനലും കൂടി നിങ്ങൾക്ക് പുതിയ പുതിയ നോളജുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര്. ആ ചാനലിൽ ഒന്ന് കയറിയതിനു ശേഷം വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിരുന്നു നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ബ്ലൂ വയലറ്റ് ഒരു റിംഗ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നമ്മൾ മുൻപ് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് ചോദിച്ച ചോദ്യം, ഹൗ ടു പ്രിപ്പയർ ഫിഷ് കറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ ചോദിച്ചത്. അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് വാട്സപ്പിൽ നിന്ന്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ ഒരു അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കാം. ഇവിടെ നമുക്ക് അറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഐക്കണിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ ഫോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ എല്ലാവരും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ ഫോട്ടോ വാട്സപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് നമുക്ക് തരിക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്ത് തരിക എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇമാജിൻ മീ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. IMAGINE, ഇമാജിൻ മീ. എങ്ങനെയാണ് നമ്മളെ കുറിച്ചിട്ട് അവരൊരു ഫോട്ടോ തരിക എന്നുള്ളതാണ്. ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കാണാൻ എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് നമുക്ക് വളരെ രസകരമായിട്ട് നമുക്ക് അയച്ചു തരാമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇമാജിൻ മീ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ, കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഒരു ഇമേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തരുന്നത്. സാധാരണ ഇതൊക്കെ ഇനി അപ്ഡേഷൻ വരാനുണ്ട്. നമ്മുടെ പ്രൊഫൈൽ ഐക്കൺസ് പ്രൊഫൈൽ നമ്മൾ പലതിലും കൊടുത്തിട്ടുണ്ടാവും, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നമ്മുടെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ തരുന്ന ഒരു കാലം വിദൂരമല്ല എന്നാണ് പറയുന്നത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഇമാജിൻ മൈ, അതായത് ഇവിടെ ടൈപ്പ് ചെയ്തു. ആദ്യം ഞാൻ ഇമാജിൻ മീ, എന്നെ തന്നെ നിങ്ങളൊന്ന് വരച്ച് കാണിച്ചു തരാനാണ് പറഞ്ഞു. ഇവിടെ ഞാൻ ഇമാജിൻ മൈ വൈഫ്, എൻ്റെ വൈഫ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പം നമ്മളൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു, ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമാജിൻ മൈ വൈഫ് എന്ന് പറയുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അപ്പം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇതാണ് ഇങ്ങനെയായിരിക്കും എൻ്റെ വൈഫ് എന്നാണ് ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ജസ്റ്റ് എല്ലാവരും ഇതേപോലെ തന്നെ ഇമാജിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇമാജിൻ, IMAGIN, ഇമാജിൻ മൈ പെറ്റ് ഡോഗ് എന്നൊന്ന് കൊടുത്തു നോക്കാം. എൻ്റെ പെറ്റ് ഡോഗ്, എൻ്റെ വീട്ടിലൊരു പപ്പി ഉണ്ട് ലക്കി എന്നുള്ള പേരിൽ, ഇമാജിൻ മൈ പെറ്റ് ഡോഗ് എന്നൊന്ന് കൊടുത്തു നോക്കാം. എങ്ങനെയായിരിക്കും എൻ്റെ വീട്ടിലുള്ള പപ്പി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് ആൻസർ തരുന്നത്, എന്താ പിക്ചറാണ് അവർ കാണിച്ചു തരുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും നമുക്ക് വരാമെന്ന് ഉറപ്പാണ്. കണ്ടില്ലേ, എൻ്റെ വീട്ടിലുള്ള പപ്പിയുടെ കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാനൊന്ന് നോക്കുന്നത് ഇമാജിൻ കൊടുത്തു നോക്കുക. നമ്മൾ ഇമാജിൻ മൈ, പിന്നെ നമുക്ക് എന്താ കൊടുക്കുക, ഇമാജിൻ മൈ ഹൗസ്, എൻ്റെ വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കി വെച്ചത് നമുക്ക് നോക്കാം. എന്താണ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്ന ഇമേജ് എന്ന് നോക്കാം. ഇമാജിൻ മൈ ഹൗസ് ആണ്, എൻ്റെ വീട് എങ്ങനെയാണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കല്പിച്ചിട്ടാണ് എനിക്കൊരു ഫോട്ടോ തരുന്നത്. കണ്ടില്ലേ, ഇമാജിൻ മൈ ഹൗസ്, ഇതേപോലെ ആയിരിക്കും എൻ്റെ വീട് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ ഒന്നുകൂടി ചോദിച്ചേക്കാം, ഇമാജിൻ മൈ ഫേവറേറ്റ് ഫുഡ് ഒന്ന് കൊടുത്തു നോക്കാം. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നുള്ളതൊന്ന് നമുക്ക്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് കാണിച്ചു തരാം എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. നമുക്ക് നോക്കി നോക്കാം. ഇമാജിൻ മൈ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നുള്ളത്. കണ്ടില്ലേ, നല്ല അടിപൊളി ഫുഡുകളൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഫോണിലും നിങ്ങൾ ഇതേപോലെ ഇമാജിൻ വെച്ചിട്ട് ഇമാജിൻ മീ കൊടുക്കാം, ഇമാജിൻ മൈ വൈഫ് കൊടുക്കാം, അല്ലെങ്കിൽ ഇമാജിൻ മൈ ഫ്രണ്ട്, ഇങ്ങനെയുള്ള ഓരോരോ ഓപ്ഷൻസ് കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഇമാജിൻ മൈ മോം, എൻ്റെ അമ്മ എങ്ങനെയുണ്ടാവും, അമ്മേൻ്റെ പിക്ചർ ഏകദേശം എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും എയുടെ ആൻസർ എന്ന് നോക്കാം. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. കണ്ടില്ലേ, ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് പിക്ചർ അയച്ചു തന്നിരിക്കും. ഇതേപോലെ ആയിരിക്കും എൻ്റെ അമ്മ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊന്ന് നിങ്ങളൊന്ന് ഇമാജിൻ മൈ വൈഫ്, ഇമാജിൻ മീ എന്നൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. രസകരമായുള്ള ആൻസർ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.